കല്യാണം കഴിക്കരുത്. ഇമോഷണലി, ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി, സർവോപരി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാതെ, നിങ്ങൾ റെഡി ആകാതെ കല്യാണം കഴിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പൂർണ്ണമായി തയ്യാറെടുക്കാതെ, നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാതെ, നിങ്ങൾ ഫിസിക്കലി റെഡിയാകാതെ, നിങ്ങൾ കൃത്യമായി ഇതിനെക്കുറിച്ച് അവെയർ ആകാതെ, ദാമ്പത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കാതെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് അറിവ് നേടാതെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. അതിപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കല്ലേ, അതുകൊണ്ട് ഞാനും കല്യാണം കഴിച്ചല്ലേ പറ്റുള്ളൂ, അങ്ങനല്ല. എനിക്കൊരു കൂട്ടുവേണം, എത്രയും പെട്ടെന്ന് എനിക്കൊരു കൂട്ടുവേണം, എനിക്കൊരു കൂട്ട് കിട്ടിയേ പറ്റൂ എന്നതിലും കല്യാണം കഴിച്ചുകൂടാ. വീട്ടുകാർ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്ന, എന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, പെണ്ണ് കെട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചേ പറ്റൂ. വീട്ടുകാരുടെ ആരോഗ്യം, അച്ഛനൊക്കെ ആറ്റാക്ക് വരും, അമ്മ തൂങ്ങിച്ചാവും. ഇതിലൊന്നും പെണ്ണിട്ടാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. 6ാമത്തെ വർഷം, കല്യാണം കഴിഞ്ഞ 6ാമത്തെ വർഷമാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം? പലപ്പോഴും വിവാഹമോചനം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കില്ല. എന്ത് ചെയ്യും?